Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രക്ഷകന്റെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ ആ വലിയ സന്തോഷത്തിലായിരിക്കുന്ന നമ്മെ, പിറവിക്കാലത്തിന്റെ ആനന്ദത്തിലായിരിക്കുന്ന നമ്മെ തിരുസഭാ മാതാവ് ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഓർസ്ലേം ദേവാലയത്തിലേക്കാണ്. അവിടെ തങ്ങൾക്ക് ജനിച്ച ശിശുവിനെ ഉണ്ണിമിശിഹായെ സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയവും വളർത്തുപിതാവായി യൗസേപ്പും കൂടി എത്തുമ്പോൾ ശിമയോൻ ദീർഘദർശി ഈശോയെ സ്വീകരിക്കുന്നതും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗീതം ആലപിക്കുന്നതുമാണ് ആദ്യത്തെ രംഗം. നസ്രത്തിലെ തിരുക്കുടുംബം ഉണ്ണിമിശിഹായെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് മോശയിലൂടെ ദൈവം നൽകിയിരുന്ന ഒരു കൽപ്പനയുടെ പൂർത്തീകരണമായിട്ടാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തില് പെസഹ ആചരണവുമായി ബന്ധപ്പെട്ട് ദൈവം ഇസ്രായേലിന് നൽകുന്ന ഒരു കൽപ്പനയുണ്ട്. ഇസ്രായേലിൽ ജനിക്കുന്ന ആദ്യജാതരെല്ലാം കർത്താവിന് സമർപ്പിക്കപ്പെടണം, അവർ കർത്താവിന്റെ പരിശുദ്ധർ എന്ന് വിളിക്കപ്പെടണമെന്ന്. അത് ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈജിപ്തുകാരുടെ ആദ്യജാതരെ ദൈവം സംഹരിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ ആദ്യജാതരെയെല്ലാം അപകടമൊന്നും കൂടാതെ സംരക്ഷിക്കുകയുണ്ടായി. ദൈവമന്ന് അത്ഭുതകരമായി അവരെ സംരക്ഷിച്ചതിന്റെയും മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചതിന്റെയും അനുസ്മരണമായിട്ട്, നന്ദി സൂചകമായിട്ടായിരുന്നു ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആദ്യജാതരെ കർത്താവിന് സമർപ്പിക്കണമെന്നുള്ള കൽപ്പന. ഈ കൽപ്പന പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ കന്യകാമറിയവും യോസേപ്പ് പിതാവും ഉണ്ണിമിശിഹായി ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊരു കൽപ്പന കൂടി, മോശയുടെ നിയമം കൂടി പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു ഈ വരവോടുകൂടി. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീ, അത് ആൺകുഞ്ഞിനാണ് ജന്മം നൽകുന്നതെങ്കിൽ 40 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ ദേവാലയത്തിൽ പിന്നെ പ്രവേശിക്കാവൂ. ആ 40-ാം ദിവസം ശുദ്ധീകരണ കർമ്മം നടത്തേണ്ടതുണ്ട്. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ദേവാലയത്തിലെത്തി പാപപരിഹാരത്തിനും ദഹനബലിക്കുമുള്ള കുഞ്ഞാടിനെയോ ചെങ്ങാലികളെയോ പ്രാവുകളെയോ ഒക്കെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വിശദമായിട്ട് മോശ നിർദ്ദേശം നൽകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ 2 കൽപ്പനകൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് നസ്രത്തിലെ തിരുക്കുടുംബം ഓർസ്ലേം ദേവാലയത്തിലെത്തുന്നത്. എത്ര കൃത്യമായിട്ട് മോശയുടെ നിയമങ്ങൾ പാലിച്ചിരുന്നവരായിരുന്നു പരിശുദ്ധ കന്യകാമറിയവും യോസേപ്പും ആ തിരുക്കുടുംബം എന്നുള്ളത് വ്യക്തമാണ്. സഭയുടെ കൽപ്പനകള്, കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകള്, അത് പാലിക്കേണ്ടത് കർത്താവിന്റെ സംപ്രീതിക്ക്, കർത്താവിന്റെ വഴിയെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നിയമങ്ങൾ പാലിക്കേണ്ടത് എത്രമാത്രം ആവശ്യമാണ് എന്ന് നമുക്ക് മാതൃകയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ നസ്രത്തിലെ തിരുക്കുടുംബം. ദൈവത്തിന്റെ കൽപ്പനകൾ അന്യൂനം പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളും അവരെ പോലെ തന്നെ നീതിമാന്മാരായി തീരും, ദൈവ സംപ്രീതിക്ക് പാത്രീഭൂതരാവുകയും ചെയ്യും. ആ സന്ദർഭത്തില് ശിശുവിനെ സമർപ്പിക്കുവാനായി ദേവാലയത്തിലെത്തുമ്പോൾ ഈ ശിശുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് റൂഹായാൽ നിറഞ്ഞ ശിമയോൻ ദീർഘദർശി, പുരോഹിതനായ ഈ ശിമയോൻ ദൈവത്തെ വാഴ്ത്തുന്ന മനോഹരമായ രംഗവും ഗീതവും ആ ഭാഗത്തോട് ചേർന്നുണ്ട്. ശിമയോൻ പറയുന്നത്, ഇതാ സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു, എന്റെ ജീവന സാഫല്യമായി, ജീവനത്തിന് സംതൃപ്തിയായി, ഞാൻ കാത്തിരുന്നത് ഇതാ കണ്ടു കഴിഞ്ഞു. സകല ജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ, ഇസ്രായേലിന്റെ മഹത്വം, വിജാതിയർക്ക് വെളിപാടിന്റെ ആ പ്രകാശമായിട്ട് ജനിച്ചിരിക്കുന്നവനെ ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയച്ചാലും. എത്രയോ മനോഹരമായ സ്തുതിഗീതമായിരുന്നു ശിമയോന്റേത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സക്രിയായുടെയും ഗീതങ്ങൾ പോലെ, അല്ലെങ്കിൽ സ്വർഗീയ ദൂതര് മിശിഹായുടെ ജനനവേളയിൽ ആലപിച്ച ആ ഗീതം പോലെ തന്നെ മനോഹരമായ ഗീതമായിരുന്നു ശിമയോന്റേത്. ഹന്നാ പ്രവാചകയും ആ സമയത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുകയും ഈ മഹാഭാഗ്യത്തെക്കുറിച്ച്, രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് എല്ലാവരോടും പ്രഘോഷിക്കുകയും ചെയ്യുന്ന കാര്യവും നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട്. നമുക്കിന്ന് ധ്യാനത്തിനായിട്ട് നൽകപ്പെടുന്ന 2-ാമത്തെ രംഗം ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ഓർസ്ലേം ദേവാലയത്തില് പെസഹ തിരുനാളിനായിട്ട് തിരുക്കുടുംബം പോകുന്ന സന്ദർഭമാണ്. പെസഹായോടനുബന്ധിച്ച്
അല്ലെങ്കിൽ യഹൂദരുടെ 3 തിരുനാളുകൾക്കായിരുന്നു ഓർസലമിൽ പോവുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. അതിലൊന്ന് പെസഹാ തിരുനാളായിരുന്നു, രണ്ടാമത്തത് പന്തക്കുസ്താ തിരുനാളും, മൂന്നാമത്തത് കൂടാര തിരുനാളുമായിരുന്നു. അപ്പോൾ അവിടെ 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, അവർക്ക് പതിവായിരുന്നത് പോലെ ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോഴും ഈശോയും മാതാപിതാക്കളും ഓർസലമിലേക്ക് പെസഹാ തിരുനാളിന് പോയി എന്നാണ്. അതായത് അവിടെ പെസഹാ തിരുനാൾ ആഘോഷിക്കുന്നതും അത് ഓർസലമിൽ പോയി തന്നെ ആഘോഷിക്കുന്നതും തിരുക്കുടുംബത്തിന്റെ ജീവിത ശൈലിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പ്രയോഗം. അവർക്ക് പതിവായിരുന്നത് പോലെ. എത്രമാത്രം ഈ വിശ്വാസ ജീവിത കാര്യങ്ങളില് നിഷ്ഠയുള്ളവരായിരുന്നു പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും എന്ന് സൂചിപ്പിക്കുന്നതാണിത്. എപ്രകാരമാണ് ഉണ്ണി മിശിഹായെ ഈ വിശ്വാസ ജീവിത വഴിയില് ഈ തിരുക്കുടുംബം നടത്തിയിരുന്നത്, കൈപിടിച്ച് നടത്തിയിരുന്നത്, യോസേപ്പ് പിതാവും മറിയവും കൈപിടിച്ച് നടത്തിയിരുന്നത്, വളർത്തിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതെല്ലാം മനുഷ്യരായിരിക്കുന്ന നമുക്ക് മാതൃകയായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്രകാരമാണ് നമ്മളും വിശ്വാസ കാര്യങ്ങളിൽ പരിശീലിപ്പിക്കേണ്ടത്, അവരെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ പോകേണ്ടത്, ദിവ്യരഹസ്യങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടത്, അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഈശോയുടെ ഈ മാതൃകയിലൂടെ, തിരുക്കുടുംബത്തിന്റെ ഈ മാതൃകയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസ കാര്യങ്ങൾ കൈമാറേണ്ടത് ഇപ്രകാരം പരിശീലിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളതിന് സംശയമില്ല. ബൗദ്ധികമായ ചില അറിവ് നൽകുന്നത് മാത്രമല്ല, വിശ്വാസ കാര്യങ്ങൾ അനുവർത്തിക്കുന്നതിൽ, അത് ആ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ, ദേവാലയത്തിൽ പോകുന്നതിൽ, പ്രാർത്ഥനകൾ സജീവമായി പങ്കെടുക്കുന്നതിൽ, അതിലൂടെ ആ പരിശീലനത്തിലൂടെയാണ് വിശ്വാസത്തിൽ വരും തലമുറ വളരുന്നത്. മാതാപിതാക്കന്മാർ ഇക്കാര്യത്തിൽ പരാജയപ്പെടുന്നെങ്കിൽ വരും തലമുറയ്ക്ക് വിശ്വാസം കൈമോശം വന്നു പോകുമെന്നുള്ള അപകടവുമുണ്ട്. ദേവാലയത്തിൽ പോകുന്നു, ആരാധനയിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ പോരുമ്പോൾ ഒരു വലിയ കൂട്ടമായിട്ടായിരുന്നു പോയിരുന്നത്. കുഞ്ഞുങ്ങള് ബന്ധുക്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഇവർ തിരികെ പോരുന്നു. ഒരു ദിവസത്തെ യാത്ര കഴിയുമ്പോഴാണ് അറിയുന്നത് കുഞ്ഞു കൂടെയില്ല, 12 വയസ്സുള്ള ബാലൻ കൂടെയില്ല എന്നുള്ളത്. കൂടെയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചു പോവുകയാണ്. ഒരു ദിവസത്തെ യാത്ര വഴി പിന്നിട്ടിരുന്നു. വീണ്ടും ഒരു ദിവസം കൂടെ പുറകോട്ട് പോകുമ്പോഴാണ് ദേവാലയത്തിൽ എത്തുകയുള്ളൂ. അങ്ങനെ 3-ാം ദിവസമാണ് ഈ ബാലനായി ഈശോ ദേവാലയത്തിൽ കണ്ടെത്തുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ചെല്ലുമ്പോൾ വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഈശോയെയാണ് അവർ കാണുന്നത്. മറിയം ഈശോയോട് ചോദിക്കുകയാണ്, എന്താണ് നീ ചെയ്തത്? നിന്റെ പിതാവും ഞാനും വളരെ ആകുലപ്പെട്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. 49-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം. ഈശോ എന്തിനു വേണ്ടി മനുഷ്യനായി അവതരിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണിത്. ഈശോ മനുഷ്യനായി അവതരിച്ചത് ദൈവത്തിന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നു, പിതാവിന്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഈശോ ദേവാലയത്തിൽ സമർപ്പിച്ചത് നമ്മൾ കണ്ടു. ആദ്യ രംഗത്ത് ആദിജാതരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ആദ്യകാലങ്ങളിലൊക്കെ ഈ ആദിജാതര് ദേവാലയ ശുശ്രൂഷകൾക്കായിട്ട് നിയമിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ലേവി ഗോത്രവും പുരോഹിത സംവിധാനവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദിജാതരെ സമർപ്പിച്ചിട്ട് ഒരു കാഴ്ച സമർപ്പിച്ച് ഈ ശിശുവിനെ തിരികെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഈശോയുടെ കാര്യത്തിൽ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട് തിരികെ കൊണ്ടുപോയ കാര്യമൊന്നും സൂചിപ്പിക്കുന്നില്ല ലൂക്ക എന്ന് സഭാപിതാക്കന്മാർ പറയാറുണ്ട്. അതിന്റെ വ്യംഗ്യമായ അർത്ഥം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. അതിനോട് ആ ചിന്തയോട് ചേർന്ന് പോകുന്നതാണ് 2-ാം അധ്യായം 49-ാം വാക്യത്തിലെ ഈശോയുടെ ആ പ്രസ്താവന, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം, ഞാൻ പിതാവിന്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിതാവിന്റെ ഹിതം നിറവേറ്റുക, പിതാവിനോട് കൂടെയായിരിക്കുക, അവിടുത്തെ സന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ് എന്റെ മനുഷ്യാവതാര ലക്ഷ്യം തന്നെ എന്ന് വ്യക്തമാക്കുന്നതാണ് 49-ാമത്തെ വാക്യത്തിലെ ഈശോയുടെ ആ പ്രസ്താവന. പരിശുദ്ധ കന്യകാമരത്തിനും യോസേപ്പ് പിതാവിനും ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ സമയത്ത് പൂർണ്ണമായി മനസ്സിലായില്ല എന്ന് സുവിശേഷം തന്നെ പറയുന്നുണ്ട്. എങ്കിലും മനസ്സിലായില്ല എങ്കിലും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു പോരുന്ന മറിയത്തെയാണ് 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ ഈശോ പറഞ്ഞുവെങ്കിലും വളരെ അനുസരണമുള്ള പുത്രനായിട്ട് മാതാപിതാക്കന്മാരുടെ കൂടെ തിരികെ പോവുകയും അവർക്ക് വിധേയനായി ജീവിക്കുകയും ചെയ്യുന്ന ഈശോയുടെ ചിത്രം, ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ വിശുദ്ധിയിലും വിജ്ഞാനത്തിനും വളർന്നു വരുന്ന ബാലനായ ഈശോയുടെ ചിത്രമാണ്. ആ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് 2-ാം അധ്യായം അവസാനിക്കുന്നത്. ഈശോയുടെ 12 വയസ്സ് മുതൽ
30 വയസ്സ് വരെയുള്ള പരസ്യജീവിതത്തിന്റെ ആരംഭം വരെയുള്ള കാലഘട്ടം മുഴുവനെയും ഈ 1-2 വാചകങ്ങളിൽ സുവിശേഷകൻ സംഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ച വളർന്നു വന്ന ഒരു യുവാവ്, ഒരു ബാലൻ, ഒരു യുവാവ്. മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചതുകൊണ്ട്, അനുസരണമുള്ളവനായി ജീവിച്ചതുകൊണ്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നവൻ. മാതാപിതാക്കന്മാർ വിശ്വാസകാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ, അവരെ കൈപിടിച്ച് നടത്തുമ്പോൾ എപ്രകാരമാണ് അവർ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതിയിൽ വളർന്നു വരുന്നത്, വിശുദ്ധിയിലും വിജ്ഞാനത്തിനും അവൾ എപ്രകാരമാണ് വളരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഇതിനോട് അനുസ്മരിപ്പിക്കുന്നതാണ് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ. ആദ്യ വായനയിൽ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലെ 28 മുതലുള്ള വാക്യങ്ങളിൽ മോശയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടല്ലോ. ഉടമ്പടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2-ാം പ്രാവശ്യം ആദ്യത്തെ ഉടമ്പടി ഫലകവുമായിട്ട് താഴേക്ക് വരുമ്പോൾ കാളക്കുട്ടിയെ ആരാധിച്ചിരുന്ന ആ ജനത്തില് കോപാകുലനാവുന്ന മോശയെ ആ കൽപ്പലകൾ എറിഞ്ഞ് ഉടയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും 34-ാം അധ്യായം ആകുമ്പോഴേക്കും പുറപ്പാട് പുസ്തകത്തില് രണ്ടാമതും ദൈവം കൽപ്പിച്ചതനുസരിച്ച് 2 കൽപ്പലകൾ ഉണ്ടാക്കി അതിൽ വീണ്ടും പ്രമാണങ്ങൾ എഴുതി. അങ്ങനെ ആ ഉടമ്പടി പ്രമാണങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നുവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മോശയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും അഹറോനും ജനവും അത് തിരിച്ചറിയുന്നുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും. മോശയെ ദൈവത്തോട് മുഖാഭിമുഖം ദൈവം മോശയോട് സംസാരിച്ചു, ദൈവത്തിന്റെ ഹിതം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ ഹിതമാണ് മോശ ഇസ്രായേൽ ജനത്തെ അറിയിച്ചത്. അതാണ് പഞ്ചഗ്രന്ഥത്തില് ഉൽപ്പത്തി പുസ്തകം മുതലുള്ള നിയമാവർത്തനം വരെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതനുസരിച്ചുള്ള ജീവിതമായിരുന്നു ഇസ്രായേൽ ജനതയോട്. ഇതേ നിയമം തന്നെയായിരുന്നു പരിശുദ്ധ കന്യകാമറിയവും യോസേപ്പ് പിതാവും ഈശോയും എല്ലാം അനുസരിച്ചതും പാലിച്ച് ജീവിച്ചു വന്നതുമല്ല. ദൈവത്തോട് കൂടെയായിരിക്കുന്നവരുടെ മുഖം പ്രകാശിക്കുക തന്നെ ചെയ്യും. മോശ അവിടെ ഒരു ആവരണം, ഈ മുഖത്തിന്റെ ആ പ്രകാശം മൂടുവാൻ വേണ്ടി ഒരു ആവരണം ധരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേക്കുറിച്ച് ആദിമസഭയിലെ അതിപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പറയുന്നത്, അത് മോശയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവവചനത്തിന്റെ ആ നിയമത്തിന്റെ ആന്തരികമായ ആത്മീയമായ അർത്ഥം അത് മനുഷ്യർക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് വായനയിൽ നമുക്ക് പ്രകടമായി കേൾക്കണമെന്നില്ല. ആധ്യാത്മികമായ അറിവ് കൊണ്ട് മാത്രമേ അവിടെ മോശയിലൂടെ നൽകപ്പെടുന്ന ആ വചനത്തിന്റെ അർത്ഥം, അതിന്റെ അരൂപി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആത്യന്തികമായ ആത്മീയമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ മിശിഹായുമായി ബന്ധപ്പെടുത്തി ഈ പഴയ നിയമത്തെ, മോശയിലൂടെ നൽകപ്പെട്ട വചനത്തെ വ്യാഖ്യാനിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് മോശ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഒറിജൻ പറയുന്നത്. പൗരസ്ത്യ സഭാപിതാവായ അപ്രയം പിതാവ് പറയും, നമുക്കെല്ലാവർക്കും ലഭിക്കാനിരിക്കുന്ന ആ സ്വർഗീയ മഹത്വത്തിന്റെ, ദൈവത്തെ മുഖാഭിമുഖം കാണുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന ആ ആത്മീയ ആനന്ദത്തിന്റെ, നമുക്കും ലഭിക്കാൻ പോകുന്ന ആ ഉൾക്കാഴ്ചയുടെ ആന്തരിക സന്തോഷത്തിന്റെ പ്രകാശനമാണ് മോശയുടെ മുഖത്തുണ്ടായത്, ദർശിച്ചത് എന്നാണ് അപ്രയം പിതാവ് പറയുന്നത്. ഇതിന് സമാനമായ അനുഭവമാണ് യഥാർത്ഥത്തിൽ 2-ാമത്തെ വായനയിൽ സാമുവേലിന് ഉണ്ടായതായിട്ട് സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്നത്. ബാലനായ സാമുവേലും ദേവാലയത്തിലാണല്ലോ വളർന്നു വന്നത്. ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിരുന്ന ആ പേടകത്തിന് സമീപത്തായിരുന്നു ആ ബാലൻ ഉറങ്ങിയിരുന്നത്. അവിടെ വെച്ചാണ് ദൈവം സാമുവേൽ എന്ന് വിളിക്കുന്നത്. 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യവും 2-ാം പ്രാവശ്യവും സാമുവേൽ കരുതുന്നത്, 3-ാം പ്രാവശ്യവും സാമുവേൽ കരുതുന്നത് ഏലിയാണ് വിളിക്കുന്നത് എന്നാണ്. അന്ധനായി തീർന്നിരുന്ന, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ എത്തിയിരുന്ന ആ ഏലിയുടെ പക്കലേക്ക് ബാലനായ സാമുവേൽ ചെന്ന് നീ എന്നെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. 3-ാം പ്രാവശ്യവും ഏലി തിരിച്ചറിയുകയാണ് വിളിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ടാണ് ഏലി പുരോഹിതൻ സാമുവേലിനോട് പറയുന്നത്, ഇനി നീ ഈ ശബ്ദം കേട്ടാൽ കർത്താവെ ഇതാ ദാസൻ അങ്ങ് അരുളി ചെയ്താലും എന്ന് പറയുക എന്ന് പറയും. അങ്ങനെയാണ് സാമുവേലിനെ വിളിക്കുന്ന രംഗം. അവിടെയും എപ്രകാരമാണ് ദൈവം വിളിക്കുമ്പോഴും മനുഷ്യരുടെ ആ ഒരു കരങ്ങളിലൂടെ എപ്രകാരമാണ് നയിക്കുന്നത് എന്ന് ഏലിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം തന്റെ പദ്ധതി പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മോശയുടെ കാര്യത്തിലായാലും സാമുവേലിന്റെ കാര്യത്തിലായാലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ മുഖത്തെ പ്രകാശവും ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാമാണ്. ഇതുതന്നെയാണ് ബാലനായ ഈശോ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ആരാധനയ്ക്കായി പെസഹ തിരുനാളിനായി പോവുകയും പിന്നീട്
ദേവാലയത്തിൽ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുന്ന ഈശോയും മോശ എപ്രകാരം ദൈവസന്നിധിയിലായിരുന്നുവോ അവിടെ ആയിരുന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് കേട്ട വചനം നിയമം ഇസ്രായേൽ ജനത്തിന് നൽകിയോ അതുപോലെ പിതാവിനോട് കൂടെയായിരുന്ന ആ ഈശോ അനാദി മുതലേ പിതാവിനോട് ഗാഠബന്ധം പുലർത്തിയിരുന്ന വചനമായ ഈശോ മനുഷ്യനായി അവതരിച്ചത് ഈ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടായിരുന്നു. പിതാവിന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ പിതാവിനോടുകൂടി ഒന്നായിരിക്കുന്ന സത്തയിൽ ഒന്നായിരിക്കുന്ന ആ ഐക്യത്തെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ദേവാലയത്തിലായിരിക്കുന്ന ഈശോയുടെ അവിടുത്തെ ആ പ്രസ്താവനയുടെയൊക്കെ അർത്ഥം. ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണം നിങ്ങൾ അറിയുന്നില്ല എന്നുള്ള ആ ചോദ്യം. ആ ഒരുക്കം മുഴുവനും 30 വയസ്സ് വരെയുള്ള ആ ഒരുക്കം മുഴുവനും തുടർന്നുള്ള ജീവിതത്തിലെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു ഒരുക്കമായിരുന്നു. പിതാവിനെ നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുങ്ങുകയായിരുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് നാം ചെയ്യേണ്ടതെന്നാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ 33 മുതൽ 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ വരെയാണല്ലോ നമ്മൾ പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായന. അവിടെ 12-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് ഈ പറയുന്ന സുവിശേഷ ഭാഗങ്ങളും വിശുദ്ധ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവിടെ യഥാർത്ഥമായ ദൈവാരാധന എന്താണ്, ദൈവത്തിന് സ്വീകാര്യമായ ആരാധന എന്താണ്, ബോധപൂർവകമായ ആരാധന എന്താണ് എന്ന് പൗലോസ്ലീഹ നിർവചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ലീഹ പറയുകയാണ്, സ്വന്തം ശരീരത്തെ വിശുദ്ധമായും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുന്നതാണ് ബോധപൂർവകമായ ആരാധന എന്നാണ്. നമ്മുടെ സ്വന്തം ശരീരത്തെ, അതായത് നമ്മെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട്. മറ്റു മൃഗങ്ങളെയോ കാഴ്ചവസ്തുക്കളെയോ സമർപ്പിക്കുന്നതിലല്ല. മറിയം ശുദ്ധീകരണത്തിനായിട്ട് പോകുമ്പോൾ ചെങ്ങാലികളെയും പ്രാവിൻ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബലിവസ്തുക്കളിലൊന്നും അല്ല ദൈവം സംപ്രീതനാകുന്നത്, മറിച്ച് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് സ്വന്തം ശരീരത്തെ, സ്വന്തം ജീവനെ വിശുദ്ധമായും ദൈവത്തിന് പ്രീതികരമായി സമർപ്പിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ പ്രീതികരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് അങ്ങനെയാണ് എന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കണം. ഒരു വിശ്വാസ ജീവിത ശൈലി ഈ ലോകത്തിന്റെ ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ദൈവേഷ്ടത്തിന് വിധേയപ്പെട്ട് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ട് അങ്ങനെ നവീകരിക്കപ്പെട്ട മനുഷ്യരാകുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രീതികരമായ ജീവിതമാവുകയുള്ളൂ. അത് മാത്രമേ നമുക്ക് അനുഗ്രഹപ്രദമാവുകയുള്ളൂ എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ ആ മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്നത് ദൈവത്തിന് തന്നെയാണ്. അപ്പോൾ ആ ഒരു മാതൃക നാമും അനുകരിക്കണമെന്നാണ് ഇന്നത്തെ വിശുദ്ധ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യനായി അവതരിച്ച ഈശോ നമുക്ക് നൽകുന്ന ഈ മാതൃകകൾ ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നതിന്, ദൈവത്തിൻ്റെ പുത്രരായി തീരുന്നതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.